ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെ ആകെ മാറ്റിമറിക്കാൻ പോകുന്ന അതീവ നിർണായകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകരാജ്യങ്ങളെയാകെ ഞെട്ടിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഭരണകക്ഷിയായ താലിബാനുമായി ഔദ്യോഗിക സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് റഷ്യ. മോസ്കോയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ വെച്ചാണ് ഇരുപക്ഷവും ഈ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചത്. താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമായി മാറിയ റഷ്യ പുതിയ നീക്കത്തിലൂടെ അഫ്ഗാനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ വെച്ചാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന അതീവ പ്രാധാന്യമുള്ള ഈ ചടങ്ങുകൾ നടക്കുന്നത്. ആഗോളതലത്തിൽ താലിബാൻ കൈവരിക്കുന്ന പുതിയ നയതന്ത്ര വിജയങ്ങളുടെ തെളിവ് കൂടിയാണ് ഈ സമ്മേളനം. മോസ്കോയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലേക്ക് സാധാരണ പ്രതിനിധികളെയല്ല, മറിച്ച് താലിബാന്റെ ഏറ്റവും നിർണായകരമായ ഭരണാധികാരികളെ തന്നെയാണ് റഷ്യ ക്ഷണിച്ചത്. താലിബാന്റെ സ്ഥാപകനും മുൻ പരമോന്നത നേതാവുമായിരുന്ന മുല്ല ഒമറിന്റെ മകനും നിലവിലത്തെ അഫ്ഗാൻ പ്രതിരോധ മന്ത്രിയുമായ മുഹമ്മദ് യാക്കൂബിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ഒരു അന്താരാഷ്ട്ര സുരക്ഷാ വേദിയിൽ താലിബാന്റെ ഔദ്യോഗിക പ്രതിരോധ മന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നു എന്നത് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ഏറെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. റഷ്യയുമായുള്ള സഖ്യത്തെ വലിയൊരു നയതന്ത്ര നേട്ടമായാണ് അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടം കാണുന്നത്. റഷ്യ ലോകത്തിലെയും മേഖലയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട മഹാശക്തിയാണെന്ന് സമ്മേളനത്തിൽ സംസാരിച്ച താലിബാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് പ്രസ്താവിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ കേവലം ചർച്ചകളിൽ ഒതുങ്ങാതെ കൂടുതൽ വിസ്തൃതവും ശക്തവുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റു വൻകിട രാജ്യങ്ങളെല്ലാം താലിബാൻ ഭരണകൂടത്തെ അകറ്റി നിർത്തുമ്പോൾ റഷ്യ സ്വീകരിക്കുന്ന ഈ സമീപനം അഫ്ഗാന് വലിയൊരു ആശ്വാസമാണ്. നിലവിൽ താലിബാൻ ഭരണകൂടത്തിന് ഔദ്യോഗികമായി പൂർണ്ണ നയതന്ത്ര അംഗീകാരം നൽകിയിട്ടുള്ള ലോകത്തിലെ ഏക വൻകിട രാജ്യം റഷ്യയാണ്. ഈ പുതിയ സൈനിക സഹകരണ കരാറിലൂടെ താലിബാനുമായുള്ള തങ്ങളുടെ തന്ത്രപരമായ ബന്ധം ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശ്രമിക്കുന്നത്. ഈ ഉച്ചകോടിയിൽ റഷ്യൻ പ്രതിനിധികൾ നടത്തിയ പ്രസ്താവനകൾ വെറുമൊരു ഉഭയകക്ഷി ചർച്ചയ്ക്കപ്പുറം അമേരിക്കയ്ക്കും മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുള്ള ശക്തമായ രാഷ്ട്രീയ മുന്നറിയിപ്പായിരുന്നു. അഫ്ഗാനിസ്ഥാനെ സാമ്പത്തികമായി തകർക്കുന്ന പാശ്ചാത്യ നയങ്ങളെ റഷ്യ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് റഷ്യ ആവശ്യപ്പെടുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിവിശ്വസ്തനും മുൻ പ്രതിരോധ മന്ത്രിയുമായ സെർജി ഷോയ്ഗു അഫ്ഗാനിസ്ഥാൻ മേൽ അമേരിക്കയും സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ രൂക്ഷമായി വിമർശിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾ നിയമവിരുദ്ധമായി മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ ആസ്തികൾ ഉടനടി അവർക്ക് തന്നെ വിട്ടു നൽകാൻ തയ്യാറാകണമെന്നും ഷോയ്ഗു ശക്തമായി ആവശ്യപ്പെട്ടു. അഫ്ഗാൻ മണ്ണിൽ 2 പതിറ്റാണ്ടുകാലം അമേരിക്ക നടത്തിയ സൈനിക ഇടപെടലുകൾ വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ അവർക്ക് തന്നെ പരിഹാരം കണ്ടെത്തണമെന്നാണ് റഷ്യൻ നിലപാട്. നീണ്ട 20 വർഷത്തെ അഫ്ഗാൻ അധിനിവേശത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഏറ്റെടുക്കണമെന്ന് റഷ്യ ചൂണ്ടിക്കാണിക്കുന്നു. യുദ്ധം തകർത്ത ആ രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ എല്ലാവിധ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളും ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണെന്നും മോസ്കോയിലെ സുരക്ഷാ ഫോറത്തിൽ വെച്ച് റഷ്യ തുറന്നടിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ ആയുധമാക്കുന്ന ഉപരോധങ്ങളെ ഒന്നിച്ച് പ്രതിരോധിക്കുക എന്ന തന്ത്രവും ഈ നീക്കത്തിന് പിന്നിലുണ്ട്. നിലവിൽ റഷ്യയും താലിബാൻ ഭരണകൂടവും ഒരുപോലെ പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് താലിബാന് പിന്തുണ നൽകുന്നതിലൂടെ ഏഷ്യൻ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യവും ശക്തിയും കൂടുതൽ ശക്തമാക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ശ്രമിക്കുന്നത്. കരാറിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഇരുപക്ഷവും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വലിയ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. യുക്രൈനിൽ യുദ്ധത്തിന് റഷ്യയെ സഹായിക്കാൻ താലിബാൻ തങ്ങളുടെ പരിചയസമ്പന്നരായ പോരാളികളെ അയക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ഇത് വഴി തുറന്നിട്ടുണ്ട്. മുൻപ് ഉത്തര കൊറിയ റഷ്യയുമായി പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ ആയിരക്കണക്കിന് സൈനികരെ വിന്യസിച്ചിരുന്നു. എന്നാൽ താലിബാനുമായി നിലവിൽ അത്തരമൊരു ധാരണയുള്ളതായി തെളിവുകളൊന്നുമില്ലെങ്കിലും ഈ പുതിയ കരാർ സൈനികരെ വിന്യസിക്കുന്നതിനേക്കാൾ ഉപരി സുരക്ഷാ സഹകരണം, സൈനികോപകരണങ്ങളുടെ പിന്തുണ, മേഖലയിലെ സുസ്ഥിരത എന്നിവയിലായിരിക്കും ഊന്നൽ നൽകുകയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മേഖലയിലെ ഭീകരവാദ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഈ ഉച്ചകോടിയിൽ ചർച്ചയായിട്ടുണ്ട്. 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ അധിനിവേശം നടത്തിയപ്പോൾ സോവിയറ്റ് സൈന്യത്തിനെതിരെ സായുധ പോരാട്ടം നടത്തിയ ചരിത്രമുള്ള താലിബാൻ ഇന്ന് റഷ്യയുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്നത് ലോകരാഷ്ട്രീയത്തിലെ വലിയൊരു ട്രെൻഡായി കണക്കാക്കപ്പെടുന്നു. വരും ദിവസങ്ങളിൽ മറ്റ് ആഗോള ശക്തികൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നതാണ് നമുക്ക് ഉറ്റുനോക്കേണ്ടത്.